ഹരി ഓം. എല്ലാവർക്കും വിനീതമായ പ്രണാമം. ശ്രീമദ് ഭാഗവത പഠന ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ശ്രീമദ് ഭാഗവതം ജനിക്കാനുണ്ടായ കാരണം എന്താണ് എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കി. നോക്കൂ, ആമൂലാഗ്രം വൃക്ഷലതാദികളിൽ വ്യാപിച്ചിരിക്കുന്ന മാധുര്യരസം ഫലരൂപത്തിൽ പ്രകടമാകുമ്പോൾ മാത്രമാണല്ലോ നമുക്ക് അതിനെ ആസ്വദിക്കാൻ സാധിക്കുന്നത്. ഇതേപോലെ വേദസാരാംശത്തെ ധരിച്ചിരിക്കുന്ന ശ്രീകൃഷ്ണ വിഗ്രഹമായ ഈ ഭാഗവതത്തെ ആർക്കാണ് ആസ്വദിക്കുവാൻ സാധിക്കുക? മുമുക്ഷുക്കൾക്ക്, അതുപോലെ തന്നെ ജീവൻ മുക്തരായ പരമഹംസന്മാർക്കും. അപ്പോൾ മുമുക്ഷു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താണ്? മോക്ഷത്തെ അർത്ഥിക്കുന്നവർ. പൊതുവെ നമ്മൾ തെറ്റിദ്ധരിക്കും, മോക്ഷം എന്ന് പറഞ്ഞാൽ ശരീരം ഉപേക്ഷിച്ചതിന് ശേഷം നമുക്ക് ലഭിക്കുന്നതാണ് എന്ന്. അങ്ങനെയല്ല. മോക്ഷമെന്നാൽ മോഹക്ഷയമാകുന്നു. എന്ത്? മോക്ഷം. മോഹം ക്ഷയിക്കുക എന്ന് പറഞ്ഞാൽ വീണ്ടും നമ്മൾ തെറ്റിദ്ധരിക്കും, ആഗ്രഹങ്ങൾ ഉണ്ടാകാൻ പാടില്ല എന്ന്. എന്നാൽ അങ്ങനെയല്ല. ആഗ്രഹങ്ങളെ ഇല്ലാതാക്കാൻ നമ്മൾ ശ്രമിക്കേണ്ട യാതൊരു കാര്യവുമില്ല. നമ്മുടെ ശ്രദ്ധയെ ഭാഗവതത്തിലേക്ക് ചെറുതായി ഒന്ന് തിരിച്ചുവിട്ടാൽ നമ്മളും ആരായിത്തീരും? സ്വാഭാവികമായി നമ്മൾ മുമുക്ഷുക്കളായി തീർന്നേ പറ്റൂ. ഇതാണ് ഭാഗവതത്തിൻ്റെ മഹത്വവും. അപ്പോൾ ആരാണ് മുമുക്ഷുക്കൾ? മോക്ഷത്തെ അർത്ഥിക്കുന്നവർ. മോക്ഷമെന്നാൽ മോഹക്ഷയമാകുന്നു. എന്ത്? മോക്ഷം. ഇനി മോഹം എന്ന് പറഞ്ഞാൽ എന്താണ്? ആഗ്രഹം എന്നല്ല. മോഹം എന്ന ശബ്ദത്തിന് അർത്ഥം എന്താണ്? മലയാളത്തിൽ നമ്മൾ മനസ്സിലാക്കിയ അർത്ഥമല്ല സംസ്കൃതത്തിൽ മോഹം എന്ന ശബ്ദം. മുഹ്യതി അനേന ഇതി മോഹ. ഏതെല്ലാം ചിന്തകളാണോ നമ്മെ തളർത്തുന്നത്, അതാണ് മോഹം. അപ്പോൾ മോക്ഷം എന്ന് പറഞ്ഞാൽ നമ്മുടെ തളർത്തുന്ന ദുർബല ചിന്തകളിൽ നിന്നും നാം മുക്തരാകുന്നു. ആ ഒരവസ്ഥ. അതിന് നാം എന്തു ചെയ്യണം? ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ പ്രത്യക്ഷ സ്വരൂപമായ ശ്രീമദ് ഭാഗവതത്തെ മനസ്സിലാക്കുവാനുള്ള ഒരു പ്രയത്നം മാത്രമേ നമുക്ക് ചെയ്യാനുള്ളൂ. ഇവിടെ വേദമാകുന്ന ഈ മഹാസമുദ്രത്തിൽ തൻ്റെ ബുദ്ധിയാകുന്ന കടകോൽ ഉപയോഗിച്ചുകൊണ്ട് കടഞ്ഞെടുത്ത അമൃതിനെ വ്യാസമുനി നോക്കൂ, എത്ര പ്രേമത്തോടെയാണ് നമുക്ക് മുമ്പിൽ സമർപ്പിച്ചിരിക്കുന്നത്. പാലാഴി മദന സമയത്ത് ലഭിച്ച അമൃതിനേക്കാൾ എത്രയോ വിശേഷപ്പെട്ടതാണ് ഈ ഭാഗവതാമൃതം. ദേവന്മാർ സേവിച്ച അമൃതുകൊണ്ട് അവർക്ക് കുറേ കാലം ജീവിച്ചിരിക്കുവാൻ സാധിക്കുമെന്നല്ലാതെ പരമാനന്ദത്തെ അനുഭവിക്കുവാൻ സാധിക്കുകയില്ല. എന്നാൽ ഇവിടെ ശ്രീമദ് ഭാഗവതത്തിൻ്റെ ഒരേയൊരു തുള്ളി നമുക്ക് ആസ്വദിക്കാൻ സാധിച്ചാൽ, ഭാഗവതത്തിൻ്റെ രസാംശം ഒരേയൊരു തുള്ളി നമ്മുടെ ഹൃദയത്തിൽ ഒന്ന് സ്പർശിച്ചു കഴിഞ്ഞാൽ എന്നേക്കുമായി നാം നമ്മുടെ എല്ലാവിധ ബന്ധനങ്ങളിൽ നിന്നും എല്ലാവിധ ദുർബല ചിന്തകളിൽ നിന്നും എങ്ങനെ മുക്തരാകും? മുക്തരായി എന്ന് പറഞ്ഞാൽ നിങ്ങൾ അതേപോലെ അത് കേൾക്കും. എങ്ങനെ നമ്മൾ മുക്തരാകും? മനസ്സിൻ്റെ ശ്രദ്ധയെ തിരിക്കുന്നതിലൂടെ നമ്മൾ മുക്തരായിത്തീരും. നമ്മൾ എന്തിനെക്കുറിച്ചാണോ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് അതിനനുസരിച്ചായിരിക്കും നമുക്ക് നമ്മുടെ ജീവിതത്തെ രൂപപ്പെടുത്തിയെടുക്കാൻ സാധിക്കുക. ഈ ഭാഗവതത്തിലെ സത്ചിന്തകളെ നാം സദാ മനനം ചെയ്തുകൊണ്ടിരുന്നാൽ, കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിരുന്നു, എന്താണോ ഒരു ക്ലാസ്സിൽ നിങ്ങൾ കേൾക്കുന്നത് വീണ്ടും വീണ്ടും അതിനെ മനനം ചെയ്തുറപ്പിക്കണം. അങ്ങനെ ഈ ചിന്തകൾ, ഈ സത്ചിന്തകൾ നമ്മുടെ ജീവിതത്തിലെ ദുർബല ചിന്തകളിൽ നിന്നും പുറത്തു കടക്കുവാനുള്ള മാർഗം നമുക്ക് നിർദ്ദേശിച്ചു തരും. അങ്ങനെ നമുക്ക് പ്രശ്നങ്ങളിൽ നിന്നും പുറത്തു കടക്കുവാനും സാധിക്കും. അല്ലാതെ വെറുതെ കഥകൾ കേട്ടതുകൊണ്ട് നമുക്കൊരിക്കലും മനസ്സിന് സമാധാനമോ ശാന്തിയോ ലഭിക്കില്ല. തത്വത്തെ മനസ്സിലാക്കുക തന്നെ വേണം നമ്മൾ. കലൗ ഭാഗവതി വാർത്ത ഭവരോഗ വിനാശിനി. ഈ കലിയുഗത്തിൽ നമുക്കെളുപ്പം ഈശ്വരനെ അറിയാൻ നമ്മെ സഹായിക്കുന്ന ഏറ്റവും ഉത്തമമായ ശാസ്ത്രം ശ്രീമദ് ഭാഗവതം തന്നെയാണ്. അതുതന്നെയാണ് ഇപ്പോൾ ഭഗവത്ഗീത ക്ലാസ്, അതിനോടൊപ്പം തന്നെ ഭാഗവതവും കൂടി തുടങ്ങുവാനുള്ള കാരണവും. ഇത് രണ്ടും നമ്മൾ ഒരുമിച്ച് പഠിക്കേണ്ടതാണ്, ഗീതയും ഭാഗവതവും. യോ ബ്രഹ്മാണം വിദദാതി പൂർവം യോ വൈ വേദാംശ്ച പ്രഹിണിതോ തസ്മൈ തം ഹദേവമാത്മബുദ്ധിപ്രകാശം മുമുക്ഷു വൈ ശരണമഹം പ്രപദ്യേ. യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുതസ്തുന്വന്തി ദിവ്യൈസ്തവൈ
വേദൈ സാംഗപദക്രമോപനിഷദൈ ഗായന്തി യം സാമകാഃ ധ്യാനാവസ്ഥിതതദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം ന വിദുഃസുരാസുരഗണാ ദേവായ തസ്മൈ നമഃ. സ്വസ്തി പ്രജാഭ്യഃ പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീഷാം ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. സമസ്തലോകാഃ സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി. അടുത്ത ക്ലാസ് മുതൽ നമ്മൾ ശ്രീമദ് ഭാഗവത മാഹാത്മ്യത്തിലേക്കാണ് പ്രവേശിക്കാൻ പോകുന്നത്. 6 അധ്യായങ്ങളും 506 ശ്ലോകങ്ങളുമാണ് ഭാഗവത മാഹാത്മ്യത്തിലുള്ളത്. ഏവർക്കും ഒരിക്കൽ കൂടി ശ്രീമദ് ഭാഗവതത്തിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഈ ഭാഗവതം കേൾക്കുന്നവരോട് എനിക്ക് ഒരപേക്ഷയും കൂടിയുണ്ട്. നിങ്ങൾ എന്താണോ ഇതിലൂടെ കേട്ട് മനസ്സിലാക്കിയത് അതെത്ര പേർക്ക് നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കുമോ അത്രയും മനസ്സുകളിലേക്ക് ഈ അറിവിനെ പങ്കുവയ്ക്കും. അതിലൂടെ നിങ്ങൾക്കും കേൾക്കുന്നവർക്കും പ്രയോജനമുണ്ടാകും. വിശേഷിച്ചും കുട്ടികളിലേക്ക് ചെറിയ പ്രായത്തിൽ തന്നെ, അതായത് ഒരു 5 വയസ്സ് മുതൽക്ക് തന്നെ അവർക്ക് ഈ ഭാഗവതത്തിലെ കഥകളോടൊപ്പം കഥയ്ക്കു പിന്നിലെ രഹസ്യമായി ഒളിഞ്ഞിരിക്കുന്ന അറിവിനെ കൂടി മനസ്സിലാക്കാൻ സാധിച്ചാൽ അവർക്കൊരിക്കലും പിന്നെ ജീവിതത്തിൽ തളരേണ്ട ഒരു സാഹചര്യം ഉണ്ടാവുകയില്ല. നോക്കൂ, ഞാനിത് വെറുതെ പറയുന്നതല്ല. ഇപ്പോൾ എൻ്റെ ശ്രദ്ധ ഈ ഭാഗവതത്തിലേക്ക് ആകർഷിച്ചിട്ടുണ്ടെങ്കിൽ അതിനു പിന്നിൽ ഒരു മാതാവിൻ്റെ ത്യാഗവുമുണ്ട് എന്ന് വിസ്മരിക്കരുത്. അതെ, ഗർഭസ്ഥ ശിശുവായിരിക്കുന്ന സമയത്ത് നമ്മുടെ മാതാവ് ഭാഗവത പാരായണ സമയത്ത് നടന്നുകൊണ്ടായിരുന്നു ഭാഗവതം കേട്ടിരുന്നത്. 7ാമത്തെ മാസം ഒരു മാതാവ് ഗർഭം ധരിച്ചിരിക്കുന്ന സമയത്ത് എന്താണോ കാണുന്നതും കേൾക്കുന്നതും ഗർഭത്തിലിരിക്കുന്ന ശിശുവിൽ അതിൻ്റെ പ്രത്യക്ഷ പ്രഭാവം ഉണ്ടാകുമെന്ന് സ്വയം എന്നിലൂടെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലേ? ഇനി മറ്റെന്തെങ്കിലും തെളിവതിന് ആവശ്യമുണ്ടോ? അഹോഭാഗ്യം അഹോഭാഗ്യം. അങ്ങനെ ഒരു പവിത്ര മാതാവിനെ ലഭിക്കുവാനും വേണം ഇത്രമേ ഒരു പുണ്യം. അങ്ങനെ ഈ ലോക നന്മയ്ക്കു വേണ്ടി സ്വയം ത്യാഗങ്ങൾ സഹിച്ചുകൊണ്ട് ശ്രേഷ്ഠന്മാരായ സന്താനങ്ങളെ ലോകത്തിന് നൽകുവാൻ വേണ്ടി സ്വന്തം ജീവിതത്തെ സമർപ്പിച്ചിരിക്കുന്ന ഈ മാതൃഹൃദയത്തിനു മുൻപിൽ സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ടിതാ ഭാഗവതം ആരംഭിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഈ കാര്യം മനസ്സിലാക്കൂ. ഒരു ശ്രേഷ്ഠനായ സന്താനത്തിന് ജന്മം നൽകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനും മാതാവിൻ്റെ തപസ്സു തന്നെ വേണം. അങ്ങനെ മഹാന്മാർക്ക് ജന്മം നൽകുവാൻ ഏതെങ്കിലും ഒരു നാരി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ശ്രവിക്കൂ ഈ ഭാഗവതത്തെ. മനസാ വാചാ കർമ്മണ ഭഗവാൻ ശ്രീകൃഷ്ണനിൽ സമർപ്പിതമായ മനസ്സോടെ ജീവിതത്തെ നയിക്കൂ. ശരീരവും മനസ്സും ചിന്തകളും വാക്കും പ്രവൃത്തിയും സദാ ശുദ്ധമാക്കി തന്നെ വയ്ക്കും. ഏവർക്കും ഭഗവാൻ കൃഷ്ണൻ്റെ അനുഗ്രഹമുണ്ടാകട്ടെ. പിന്നെ എല്ലാ ക്ലാസ്സിലും ഒരു ചോദ്യം ചോദിക്കാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? ഇന്നത്തെ ചോദ്യം ഇതാണ്. വേദവ്യാസ മഹർഷിക്ക് 4 ശിഷ്യന്മാരുണ്ടായിരുന്നു. ഈ 4 ശിഷ്യന്മാർ ആരൊക്കെയാണ്? ഇതിനുള്ള ഉത്തരം കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആ പേരുകൾ ഓർമ്മയില്ലെങ്കിൽ ഒന്നുകൂടി ആ വീഡിയോ എടുത്ത് നോക്കിയാൽ അത് മനസ്സിലാക്കാൻ സാധിക്കും. ഏവർക്കും ഭാഗവതത്തിലേക്ക് സ്വാഗതം. ഏവരും പൂർണ്ണമായ ശക്തിയും ശ്രദ്ധയും സമർപ്പണ മനോഭാവത്തോടുകൂടി ഭാഗവതാമൃതത്തെ രസിക്കുവാൻ, ആസ്വദിക്കുവാനുള്ള പരിശീലനം ആത്മാർത്ഥതയോടുകൂടി ചെയ്യൂ. ഈ ഭാഗവതം നിങ്ങളെ തീർച്ചയായും മുക്തരാക്കും. എന്താണോ നിങ്ങൾക്ക് വേണ്ടത് അത് മുഴുവനും നൽകുവാനുള്ള ശക്തി ഈ ഭാഗവതത്തിൽ അടങ്ങിയിട്ടുണ്ട്. നാം ചെയ്യേണ്ടത് നമ്മുടെ ശ്രദ്ധയെ ഇതിലേക്ക് സമർപ്പിക്കുക മാത്രം. അതിനേവർക്കും സാധിക്കട്ടെ. തുടർന്നുള്ള ഭാഗങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഹരി ഓം. പ്രണാമം.